ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് മഴ ഭയങ്കരമായ മഴ കണ്ടു. നമ്മളെ ലിയോനെ തുറന്നു വിടാൻ വയ്യാത്ത രീതിയിലുള്ള മഴ. എന്തിനാണ് വേറെ കണ്ണിൽ എന്തോ കൊടുത്തു കേസ്. ഇത് തോർന്ന ഒരു അന്തരീക്ഷം, അതിമനോഹരം. നമ്മൾ നമ്മുടെ വാഹനവുമായി എങ്ങോട്ട് പോകുന്നു? അപ്പോൾ നമ്മൾ പോകുകയാണ് ഗായ്സ്. നമ്മൾ എവിടെ പോകുകയാണ്? പോകും വഴി പറയാം. ഹലോ ഗായ്സ്, അപ്പോൾ ഞാൻ എൻ്റെ ഫോൺ വയ്ക്കാനായിട്ട് സാധനമൊക്കെ വാങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് വഴിയെ കാണിച്ചാൽ എൻ്റെ കുക്കിംഗ് വീഡിയോ ഒക്കെ ആരും ഒരു തെണ്ടികളുടെ സഹായമില്ല ഞാൻ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ എങ്ങോട്ട് പോകാൻ വഴിയാവോ? നമുക്കിങ്ങനെ നല്ല മഴയുണ്ട്. ഇന്ന് ഞാൻ പോയില്ല, ഇന്നലെ പോയി, ഇന്ന് പോയില്ല. അപ്പോൾ നല്ല മന്തി തിന്നാനൊരു ആഗ്രഹം. അപ്പോൾ ഇവിടുത്തെ സഹറൽ മന്തിയുടെ ആൾക്കാരാണ് നമ്മൾ നിൽക്കാൻ പോകുന്നത്. സഹറൽ മന്തി സെയ്ത്ത് മന്തിയാണ് നമ്മുടെ മന്തിക്കട. അപ്പോൾ ഇന്ന് നമുക്ക് സഹറൽ മന്തി പോയി ഒരു മന്തി വാങ്ങിച്ചാലോ വിചാരിക്കുന്നു. എവിടെ ചിലവർ വലിയ കൊതിയും കൊതിച്ചോട്ട് പോകുമ്പോൾ അത് നടക്കൂല. ബീഫ് മന്തി ബീഫ് എനിക്ക് വേണ്ട കേട്ടോ. എനിക്ക് ഹണി ചില്ലി മന്തി മതി. അതായത് ഹാഫ് വാങ്ങിക്കണം. അപ്പോൾ നമ്മൾ ഓൺ ദ വേ ടു ആലങ്കോടാണ് നമ്മുടെ ഈ മന്തിക്കട. അപ്പോൾ ശരി, വിശേഷങ്ങളെല്ലാം വഴിയെ കാണും. അപ്പോൾ എന്തൊക്കെയുണ്ട് കൂട്ടരെ, നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറയും. കുറേ നാളായി നമ്മൾ ലൈവൊക്കെ വന്നിട്ട്. ഞാൻ ഒരു ദിവസം ഓഫ്, ഒരു ദിവസം എടുക്കുമോ ലൈവ് വരാന്നൊക്കെ പറയും, പക്ഷെ നടക്കണില്ല. ശരി, വേണ്ട. വീഡിയോ സ്റ്റാൻഡ് ഞാൻ വാങ്ങി, അത് ഉപയോഗമുണ്ട് കേട്ടോ. ഞാൻ ഉപയോഗിച്ച് നോക്കിയിട്ടില്ല. ഇപ്പം ഞാൻ വണ്ടിയിൽ ഗ്ലാസ്സിൽ ഒട്ടിച്ച്, ഗ്ലാസ്സിലും ടൈലിലും ഒക്കെ ഒട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ടൈലിലൊക്കെ ഒട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കട്ടറി വീഴുമ്പോൾ ഫോൺ വീഴുമോ നോക്കട്ടെ നോക്കിയിട്ട് വീടെടുക്കാം. സ്റ്റോപ്പിൽ ആൾക്കാർ മാറി നിൽക്കും കേട്ടോ. ശരി തന്നെ, പ്രൈവറ്റ് സ്ഥലം പറയുമ്പോൾ അവർ വണ്ടി കാണുമ്പോൾ മാറി നിൽക്കും. ശരി കേട്ടോ, അവരെല്ലാം ആ സ്റ്റോപ്പിൽ കൊണ്ടുപോയി സ്ലോ ചെയ്ത് നോക്കും, അവർ കയറത്തില്ല. നമ്മുടെ സർക്കാരിൻ്റെ പുതിയ നയം അത് എങ്ങനെ പോകുന്നതെന്ന് ആർക്കും അറിയത്തില്ല. നന്നായി പോട്ടെ. പക്ഷേ ഒരു കാര്യം പറയാമല്ലോ, ഞാൻ അതിൽ വർക്ക് ചെയ്തുകൊണ്ട് പറയണതല്ല, ഈ ഫ്രീ കിട്ടി ചേച്ചിമാരുടെ ഒരു റിയാക്ഷൻ ഉണ്ടല്ലോ, നമുക്ക് തന്നെ ദേഷ്യം വരും ചില സമയം. കാരണം ഫ്രീ ആണ്, ഓക്കെ ശരിയാണ്, ടിക്കറ്റ് എടുക്കണ്ട. അവർ ടിക്കറ്റ് എടുക്കണമെങ്കിൽ സ്ഥലം പറഞ്ഞ് ടിക്കറ്റ് കയ്യിൽ വാങ്ങിക്കണമെന്ന് കുറേ വീഡിയോസും കാര്യങ്ങളായിട്ട് പറഞ്ഞു. കാരണം നമ്മൾ എല്ലാവരുമായിട്ടൊക്കെ സഹകരിക്കാൻ വേണ്ടിയിട്ട്, കണ്ടക്ടർമാരോട്ടൊക്കെ അല്ലെങ്കിൽ ടിക്കറ്റ് വയ്ക്കുമ്പോൾ എവിടെ ഇറങ്ങി നിങ്ങൾക്ക് ഇപ്പോൾ എന്താ എന്നുള്ള ചോദ്യങ്ങൾ വരാതിരിക്കാൻ വേണ്ടി നേരത്തെ തന്നെ വീഡിയോസും കാര്യങ്ങളൊക്കെ പോസ്റ്ററുകളും എല്ലാം ഇറക്കിയിട്ടുണ്ടായിരുന്നു. ഇന്നൊരാഴ്ച വെള്ളിയാഴ്ചയാണല്ലേ, നമ്മുടെ കടുവാപ്പള്ളിയുടെ പള്ളിയിൽ പ്രാർത്ഥന സമയം. അപ്പോൾ അതാണ് സൗണ്ട് കേട്ടോ. ഫോൺ ചരിഞ്ഞ് പോകണ കൊണ്ടല്ലേ മാഗ്നറ്റ്. അപ്പോൾ ആ ചേച്ചിമാരുണ്ടല്ലോ, ഞാനിപ്പോൾ 2 ദിവസമായി എടുത്തിട്ടുള്ളൂ പ്രിയദർശി തുടങ്ങിയ ശേഷം. അവർ ടിക്കറ്റ് ചോദിക്കുമ്പോൾ നമ്മൾ സത്യം പറഞ്ഞാൽ വായിലെ വെള്ളം തൊണ്ട നമുക്ക് വേദനിക്കും. ആ രീതിയിലാണ് നമ്മൾ അലയ്ക്കുന്നത്. ടിക്കറ്റ് എടുക്കണം കുറേ നേരം കിടന്ന് വിളിച്ച് പറയാൻ പോലും ഇവരെടുക്കത്തില്ല. ഇവരിങ്ങനെ തിരിഞ്ഞിങ്ങനെ നിൽക്കും. എന്തോ ഒരു അഹങ്കാര ഭാവം കണക്കാക്കി തോന്നിയിട്ടുള്ള. അവരെന്തോ നേടിയെടുത്തണം. ഇവരെന്തോ നേടിയെടുത്ത നേട്ടമല്ല എന്നുള്ളവർ മനസ്സിലാക്കുന്നുമില്ല. ഇത് സർക്കാരായിട്ട് കൊടുത്ത ഒരു ആനുകൂല്യമല്ലേ. അപ്പോൾ അത് അതിൻ്റെ രീതിയിൽ മാനിച്ച് നമ്മൾ കയറുമ്പം ടിക്കറ്റ് എടുക്കണം എന്നൊരു സ്ഥലം പറഞ്ഞ് ടിക്കറ്റ് വാങ്ങിക്കുക ചെയ്യുന്നത്. അപ്പോൾ ഇവരെ ഭാവം കണ്ടു കഴിഞ്ഞാൽ പൈസ തരണ്ട, ഓക്കെ, എന്നാലും സ്ഥലം പറഞ്ഞ് ടിക്കറ്റ് ഒരാൾ കിടന്ന് വായിട്ട് അടച്ച് ചോദിക്കുന്നതിന് ഒരു ലിമിറ്റ് ഇല്ലേ? എത്ര നേരം കിടന്ന് വിളിച്ചാലായിരിക്കും
ഞാൻ വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ തിരിയുമ്പോഴേക്കും ചിലപ്പം അവിടെ നിന്ന് ഇന്ന സ്ഥലം എന്നോട്ട് പറയുന്നത്. അവർ കഴിക്കുന്നത് നമുക്ക് നമ്മുടെ ജോലി എളുപ്പമാണ്. നമ്മുടെ ജോലിക്ക് ഒരു മാറ്റവും ഇല്ല. നമുക്ക് ടിക്കറ്റ് അടിച്ചേ പറ്റൂ. ഈ പറയണ ബാക്കി പൈസ വാങ്ങിക്കുക, ചില്ലറ ബാക്കി കൊടുക്കുക ഇല്ല എന്നൊരു ജോലി മാത്രമേ നമുക്ക് ബാക്കിയുള്ളതെല്ലാം നമുക്ക് സെയിം തന്നെയാണ്. ടിക്കറ്റ് അടിക്കണം, പൈസ വാങ്ങിക്കേണ്ട, ബാക്കി കൊടുക്കുന്നില്ല. അപ്പം തന്നെ പണി തീരുമെന്നുള്ള ഭാവമാണ് അവർക്ക് കണ്ടക്ടർമാർക്ക് ഇപ്പോൾ ജോലിയില്ലല്ലോ എന്നായിരിക്കും അവർ വിചാരിക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല കേട്ടോ, നമുക്ക് നല്ല ജോലിയുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കാൻ എൻ്റെ ഈ വീഡിയോ കാണുന്ന ചേച്ചിമാരെങ്കിലും അതൊന്ന് മനസ്സിലാക്കി വേണം. നിങ്ങൾ പ്രിയദർശനിയിൽ നിങ്ങൾക്ക് വേണ്ടി യാത്ര ചെയ്യാൻ തന്നെയാണ് പ്രിയദർശിനി ഇറക്കിയത്, ശരിയല്ലേ. പക്ഷേ നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ പരമാവധി സഹകരിക്കണം. അതിനകത്തുള്ള കണ്ടക്ടർമാരെ ബുദ്ധിമുട്ടിക്കാണ്ട് കയറുമ്പോൾ തന്നെ ടിക്കറ്റ് സ്ഥലം പറഞ്ഞ് ടിക്കറ്റ് വാങ്ങിക്കൊണ്ട് പോകുക. അല്ലെങ്കിൽ അവിടെ നിന്നിട്ട് നമുക്ക് അങ്ങ് അറ്റം വരെ പോയി കൊടുക്കാൻ പറ്റിയെന്ന് വരത്തില്ല. ഭയങ്കര തിരക്കാണ്, ഭയങ്കര തിരക്കാണ്. ടിക്കറ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാത്രമല്ല 500 രൂപ പേറ്റി അടിക്കുന്നത്. കണ്ടക്ടറായിട്ട് അന്ന് ആർക്കാണ് ഡ്യൂട്ടി, ഡി.സി ആയിട്ട് ഡ്രൈവർ ആയാലും ശരി, കണ്ടക്ടർ ആയാലും ശരി, കണ്ടക്ടർ അന്ന് ആരാണ് ഡ്യൂട്ടി അവർക്കും വരും പെനാൽറ്റി. ചെക്കർ കയറും, നമ്മുടെ ആ സിറ്റിയിൽ അങ്ങോട്ട് പോകുന്നതിലെല്ലായിടും ചെക്കർ കയറും. പിന്നെ ചെക്കർ ഒരു സൈഡിലേക്ക് കയറും, ഒരു സൈഡിൽ ആൾക്കാർ കയറും. അപ്പം ചെക്ക് ചെയ്ത് തീർക്കാൻ പോലും പറ്റുന്നില്ല ചില ചേച്ചിയോട് പറയണേക്കാം. കാരണം അത്രയും ആൾക്കാർ കയറുന്നുണ്ട്. ഒരു വണ്ടി വന്നിറങ്ങി കഴിഞ്ഞാൽ ഒരു കൂട്ടം ആൾക്കാർ പോകുമ്പോൾ അറിയാം ഏതോ ഒരു പ്രിയദർശിനി വന്നെന്നുള്ളത്. നമ്മളെന്നോട് ഇങ്ങനെ കാണാം. കാരണം വളരെ തുച്ഛമായി ഞാൻ 2 ദിവസം പോയതിൽ കൂടിപ്പോയി കഴിഞ്ഞാൽ 1000 സംതിങ് 2000 രൂപ അടുപ്പിച്ച് എനിക്ക് പൈസ അടയ്ക്കാതെ വരുന്നുള്ളത്. ബാക്കി കളക്ഷൻ ഉണ്ട്, 10, 20, 30 രൂപയ്ക്ക് അടുത്ത് കളക്ഷൻ വരും. പക്ഷേ അടയ്ക്കാനായിട്ട് നമുക്ക് ഈ തുച്ഛമായ പൈസയേ ഉള്ളൂ. പക്ഷേ നമ്മുടെ ഈ ടിക്കറ്റ് അടിക്കുക എന്നുള്ള ജോലി ഉള്ളതുകൊണ്ട് അത് പണി മാറുന്നില്ല. കറക്റ്റ് നിങ്ങളുടെ സ്ഥലവും എവിടെ ഇറങ്ങും എന്നുള്ളത് കറക്റ്റ് ടിക്കറ്റ് നമുക്ക് അടിച്ചു കൊടുത്തേ പറ്റുള്ളൂ. വൈകുന്നേരം അതിൻ്റെ കളക്ഷൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് കൊടുക്കണം. അതുപോലെ ഈ വണ്ടി ജെൻഡ്രം എന്ന് പറഞ്ഞാൽ നല്ല നീളമുള്ള വണ്ടി, അതുപോലെ ഒരു വണ്ടിയിൽ ഇന്നലെ എനിക്ക് ഉണ്ടായിരുന്നത്. ഇവിടെ നമുക്ക് അങ്ങറ്റം വരെ ഓടി എത്താൻ പറ്റുന്നില്ല. കാരണം ഇവിടെ നിന്ന് കയറി അടുത്ത് സ്റ്റോപ്പിൽ ഇറങ്ങുന്ന ആൾക്കാരൊക്കെ കാണും, അത് ടിക്കറ്റ് എടുക്കാതെ ഇറങ്ങി പോകുന്നുണ്ടായിരിക്കും. പക്ഷേ ചെക്കർ കയറി കഴിഞ്ഞാൽ അത് പ്രശ്നമാവും. അത്രയും മാത്രം ആളുള്ളത് കൊണ്ട് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അവിടെ നിൽക്കുന്നവർ, ഫ്രണ്ട് നിൽക്കുന്നവർ സ്ഥലം പറഞ്ഞ് ബാക്കിൽ നിന്ന് ടിക്കറ്റ് ഞാൻ എത്രയും ഇങ്ങനെ പാസ് ചെയ്ത് കൊടുക്കാമെന്നൊരു ഓപ്ഷൻ മാത്രമേ നമുക്കുള്ളൂ. അങ്ങ് വരെ ഓടി എത്തിപ്പെടാൻ പറ്റത്തില്ല. ഞാൻ ഇന്നലെയാണ് എനിക്ക് അങ്ങനെ ഒരു വണ്ടി കയറിയപ്പോഴതായിരുന്നു. ഞങ്ങളുടെ ഇലക്ട്രിക് വണ്ടി വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്ക് പോയി നിന്ന് ടിക്കറ്റ് കൊടുക്കാൻ സൗകര്യം കുറവാണ്, കമ്പികൾ കുറവാണ്, രണ്ടുപേരും നിൽക്കുന്ന തന്നെ സ്പേസ് ഇല്ല. അതുകൊണ്ട് പിന്നെ നമ്മൾ ഫുട്ബോളിൻ്റെ ഫുട്ബോളിൻ്റെ അവിടെ നിന്ന് പിന്നെ ഫ്രണ്ടിൽ കൂടെ ഇറങ്ങിയാണ്, വെളിയിൽ കൂടെ ഇറങ്ങി ഫ്രണ്ടിൽ പോയി നിന്ന് അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ ടിക്കറ്റ് കൊടുക്കുന്നത്. എന്നാലും അതിൽ നമുക്ക് പിന്നെ കൊടുത്ത് തീർക്കാൻ പറ്റും. നമുക്കറിയാം ഒരു ബോധ്യമാവും പോയാൾക്ക് ഏകദേശം എല്ലാവരും കൊടുക്കുന്നുള്ളത്. മറ്റേ ഈ വെള്ളം പോലെ കിടക്കുന്ന കപ്പലെന്നാണ് പറയപ്പെടുന്നത്. ആ വണ്ടിക്കകത്തൊന്നും ഒരു അന്തവും കാണത്തില്ല കേട്ടോ നമുക്ക് കൊടുത്ത് തീർപ്പോയില്ല എന്നുള്ളത്. അപ്പോൾ അതങ്ങനെ നിങ്ങൾ പ്രിയദർശിനി പോകുന്ന എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. എല്ലാവരും ടിക്കറ്റ് ഒന്ന് പറഞ്ഞ് സ്ഥലം പറഞ്ഞ് ടിക്കറ്റ് വാങ്ങിക്കണം കേട്ടോ. അപ്പോൾ അതാണ് എൻ്റെ ഒരു റിക്വസ്റ്റ് ആയിട്ട് നിങ്ങൾ വിചാരിക്കണം. അപ്പോൾ നമ്മൾ നമ്മുടെ ആലങ്കോട് സഹർ അൽ മന്തിയിൽ എത്തിയിട്ടുണ്ട് ഗായ്സ്. സഹർ അൽ മന്തി ഇവിടെ നമ്മൾ ഇതുവരെ ഇരുന്ന് കഴിച്ചിട്ടില്ല കേട്ടോ. ഇവിടെ നിന്ന് പാഴ്സൽ പറയും, കാരണം ഇവിടെ അത്രയ്ക്ക് തിരക്കാണ്, ഫുള്ള് വണ്ടികളാണ്. ഇപ്പോൾ ഇന്നിപ്പോൾ ഫ്രൈഡേ ആയതുകൊണ്ടും മുഹറം ആയതുകൊണ്ടും അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഡൈനിങ് ടൈം 1:40 മുതലേ ഉള്ളെന്നും. എന്തായാലും ഇതാണ് എൻ്റെ ക്യാമറ സ്റ്റാൻഡ് കേട്ടോ, നിങ്ങൾ കാണിച്ചില്ലെന്ന് പറഞ്ഞു. അത് ഇത്രയേ ഉള്ളൂ ഐറ്റം. ഇത് ഞാൻ ഫേസ്ബുക്കിൽ ലിങ്ക് കണ്ടിട്ട് ഞാൻ വാങ്ങിച്ചതാണ്. അതിൻ്റെ ഒരു പയ്യൻ വാട്സപ്പ് ത്രൂ നമുക്ക് ഡീറ്റെയിൽസൊക്കെ പറഞ്ഞിട്ട് അയച്ചാണ് കേട്ടോ. ഇത് ഇത്ര 400 രൂപ, 399 സംതിങ്. പക്ഷേ ഇത് ഉപയോഗമുണ്ട് കേട്ടോ. ഇങ്ങനെ ഫ്ലെക്സിബിൾ ആവും, ഇങ്ങനെയാവും, റൊട്ടേഷനാവും, തിരിച്ചു വരും, ഇങ്ങനെയൊക്കെ പോവും. മാഗ്നറ്റാണ്, ഇവിടെ ഒരു മാഗ്നറ്റാണ് റൗണ്ട്. ഈ ഫോണിൻ്റെ നമ്മുടെ ബാക്കിൽ ഒരു മാഗ്നറ്റ് വരും. അപ്പോൾ അത് വെച്ചിട്ടാണ് ഒട്ടിച്ച് വയ്ക്കുന്നത് കേട്ടോ. അപ്പോൾ അതാണ് കൊള്ളാം, ഉപയോഗമുണ്ട്. എല്ലാവരും വാങ്ങിക്കുക കേട്ടോ. ഉപയോഗിച്ച് നോക്കിയിട്ട് പറയാമല്ലോ, ഇത് ഉപയോഗിക്കാൻ കൊള്ളാം, യൂസ്ഫുള്ളാണ്. ഗ്ലാസ്സിൽ കുറേ സമയം ഇട്ടിരിക്കുന്നു. പക്ഷെ നമ്മുടെ അലമാരയുടെയൊക്കെ തടിയില്ലേ അവിടെ ഇരിക്കും കേട്ടോ. ഇത് കണ്ട് റിമൂവ് ചെയ്യാൻ എളുപ്പമാണ്. ഇവിടെ നിങ്ങൾ ലൂസാക്കി കൊടുക്കുക, ജസ്റ്റ് പൊങ്ങുക വരിക. ഇതാണ് പുഷാണ്. ഇത് നമ്മുടെ ഗ്ലാസ്സിലും ടൈലിലും ഒക്കെ നിൽക്കും കേട്ടോ. ഇത് വയ്ക്കുക, ടൈറ്റാക്കുക, കണ്ടോ, എളുപ്പമാണ്. അത്രയേ ഉള്ളൂ. അപ്പം ഇങ്ങനെയൊക്കെ വയ്ക്കാം. അപ്പോൾ എല്ലാവരും വാങ്ങിക്കുക കേട്ടോ. വീട്ടിൽ വെച്ച് നമുക്ക് കുക്കിംഗ് വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റും ഇതേ. അപ്പം നമ്മുടെ മന്തി കിട്ടിയിരിക്കുന്നു. പെട്ടെന്ന് കിട്ടിയല്ലേ, തിരക്കില്ല. മന്തി കിട്ടി. അപ്പം നമ്മൾ വീട്ടിലേക്ക് പോകാം. തിരിച്ചു വന്നപ്പോൾ നല്ല മഴയായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ വണ്ടിയിൽ പാട്ടൊക്കെ ഇട്ട് വന്നോളൂ. പിന്നെ വീഡിയോ എടുത്തില്ല, കോപ്പിറൈറ്റ് വരുമല്ലോ. അങ്ങനെ ആ വീട്ടിൽ എത്തി. ഇവിടെ ഒരാൾ ബീഫ് മന്തി വാങ്ങി കേട്ടോ. ആദ്യമായിട്ട് പരീക്ഷിക്കുകയാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്, ബീഫ് നല്ല പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. ഞാനും തേനസും എന്തായാലും ഹണി ചിക്കൻ്റെ തന്നെ ഹാഫ് മന്തി, മറ്റൊന്ന് ഹാഫ് മന്തി. അങ്ങനെ ഞങ്ങളോട് കഴിക്കാം. അമ്മയ്ക്ക് ഇന്ന് പല്ല് എടുത്ത കാരണം അമ്മയ്ക്ക് മന്തി കഴിക്കാൻ പറ്റില്ല ഗൈസ്. എന്നാലും ഞങ്ങളിന്ന് നേരത്തെ കൂട്ടി പറഞ്ഞ് വാങ്ങിക്കാൻ വെച്ചപ്പോൾ ഇന്ന് തന്നെ പല്ലെടുക്കുകയും ചെയ്തു. എന്തായാലും അമ്മയ്ക്ക് കഞ്ഞി കൊടുത്ത് നമ്മൾ മന്തി കഴിച്ചു. അതാണ് അന്തസ്. എന്നിട്ട് രാത്രിത്തേക്ക് അമ്മയ്ക്കും കുറച്ച് ചിക്കനും കൂട്ടി കൊടുക്കാന്നൊക്കെ പറഞ്ഞിട്ട് ഉച്ചയ്ക്ക് വന്നതേ ഉള്ളൂ പല്ലൊക്കെ എടുത്തിട്ട്.
അപ്പോൾ അത് ബീഫ് ഉണ്ട് വലിയ വലിയ പീസായിട്ട് കണ്ടിച്ച് വെച്ചേക്ക്, അങ്ങനെ വേവിച്ച് വെച്ചേക്ക്. അപ്പോൾ കണ്ട ഒരുമാതിരി ഇരിക്കും, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി. അപ്പോൾ ഞാൻ എൻ്റെ ഹണി ചിക്കൻ കൂട്ടി മന്തി കഴിക്കാൻ പോവാണ് ഗൈസ്. അപ്പോൾ നല്ലൊരു പീസൊക്കെ എടുത്ത് ഈ നല്ല ഒരു ക്ലൈമറ്റ് ഇട്ട നല്ല മഴയായിരിക്കുന്ന സമയത്ത് ഇങ്ങനെ എന്തെങ്കിലും കഴിക്കുന്നത് നല്ല രസമാണ്. അതൊരു പ്രത്യേക രസമാണ്. അതുകൊണ്ടാണ് പിന്നെ ഞങ്ങൾ നിങ്ങൾ മന്തിയാക്കാമെന്ന് വിചാരിച്ചത് കേട്ടോ. തിന്നാണ് തന്നെ വയന്ന് വെള്ളം ഓർന്നു ഗൈസ്. അങ്ങനെ അതും കഴിച്ചിട്ട് ഞങ്ങൾ ഒരു ഉറക്കമൊക്കെ ഉറങ്ങി എണീറ്റ ശേഷം ജാനൂസിനെ പഠിക്കാൻ എടുത്തിരിക്കുകയാണ് കേട്ടോ. ഇന്ന് അവധിയായിരുന്നു, പോകണ്ടായിരുന്നു. എന്നാലും എന്നും അമ്മയുടെ മുമ്പ് ഇരുന്നുള്ളവരുടെ കളികളാണ് നടക്കുന്നത്. ഞാനിവിടെ പഠിക്കാൻ പിടിക്കാറില്ല. ഇപ്പം രാത്രി ഞാൻ വരുമ്പോൾ അമ്മാമ്മയും മോനോട് എല്ലാമൊക്കെ പഠിച്ചു വെച്ചോണ്ടിരിപ്പാണ് പതിവ്. കുറേ നാളായി ഞാൻ ഇങ്ങനെ പിടിച്ചിട്ട് അങ്ങനെ ഇരുത്തി ഇങ്ങനെ ചോദിച്ചും ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഓരോന്നും ചെയ്യിപ്പിക്കുന്നുണ്ട്. അത്യാവശ്യം അതൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ വലുതായിട്ട് നമ്മൾ പിടിച്ച് ടൈറ്റ് ചെയ്യാൻ പറ്റത്തില്ല. 5ാം ക്ലാസ്സിലായതിൽ വലിയ സ്കൂളിൽ പുതിയ സബ്ജക്റ്റുകളും ഹിന്ദിയൊക്കെ തുടങ്ങിയതേ ഉള്ളൂ. അത് കഴിഞ്ഞ് ചോറ് കഴിയും കഴിഞ്ഞ ശേഷം രാത്രി എനിക്ക് പാത്രം കഴുകുക എന്നുള്ള ചടങ്ങിലേക്ക് ഞാൻ തിരിഞ്ഞിരിക്കുകയാണ് ഗൈസ്. അപ്പം ഇന്ന് മന്തി തോനെ ചോറുള്ളതുകൊണ്ട് തന്നെ രാത്രി ചോറ് വയ്ക്കുന്നില്ല നാളത്തേക്ക്. അതൊക്കെ കൊണ്ടങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാൻ വിചാരിച്ചു കേട്ടോ. അല്ലെങ്കിൽ ഇനി അത് വീണ്ടും വേസ്റ്റ് ആവും. മന്തി 2 ഹാഫ് മന്തി വാങ്ങിയോണ്ട് നമുക്കിവിടെ ഫുള്ള് പോകത്തില്ല. ഈ വായ്പ മാത്രമേ ഉള്ളൂ, കഴിക്കുന്നത് വളരെ കുറവാണ് ഇവിടെ. എന്തായാലും അതുണ്ട്. അതുകൊണ്ട് ഇന്ന് രാത്രി പിന്നെ ചോറ് വയ്ക്കുക പരിപാടിയൊന്നുമില്ല. പിന്നെ മീനൊന്നും കിട്ടാനില്ലാത്തതുകൊണ്ടും ഈ ഉള്ളത് കൊണ്ടൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വിചാരിച്ചു. അങ്ങനെ ഞാൻ എൻ്റെ പാത്രം കഴുകുന്ന ചടങ്ങിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. പാത്രം കഴുകി കഴിഞ്ഞ് പിന്നെ അവിടെ നിന്ന് തുടച്ച് വൃത്തിയാക്കി നാളെ രാവിലെ കാപ്പിക്ക് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കണം. ഉരുളക്കിഴങ്ങോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചിരണ്ടി വയ്ക്കും, മാവൊക്കെ റെഡിയാക്കി വയ്ക്കും. അങ്ങനെയുള്ള പരിപാടികൾ മാത്രമേ ഉള്ളൂ കേട്ടോ ഇന്നിൻ്റെ രാത്രി. അപ്പം ഞാൻ എൻ്റെ പാത്രം കഴുകൽ വളരെ സ്ലോ മോഷൻ ഇട്ടേക്കുകയാണ്. ഞാനൊരു ഹെഡ്സെറ്റ് കുത്തിയൊക്കെ നിങ്ങൾ കാണുന്നുണ്ടോ? ഞാൻ എന്നും ചോറ് കഴിച്ച ശേഷം ഒരു ഹെഡ്സെറ്റ് കുത്തി പാട്ട് കേട്ടൊക്കെ നിന്നാണ് ഞാൻ എൻ്റെ പണികൾ ചെയ്യുന്നത്. അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് നടക്കും. എനിക്ക് ഒരു പ്രത്യേക എൻ്റെ ഒരു ഹോബി എന്ന് തന്നെ പറയാം. എനിക്ക് പാട്ട് കേൾക്കുക എന്നുള്ളത് എനിക്ക് ഭയങ്കര ഒരു വീക്ക്നെസ് ആണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്താ ഇപ്പം സിറ്റിയിലാവുന്ന സമയത്ത് ഞാൻ ഇവിടെ നിന്ന് വരെ ഹെഡ്സെറ്റ് വെച്ച് പാട്ട് കേൾക്കും. ഇപ്പോൾ പിന്നെ അതിനുള്ള സമയമില്ല, ഓടി അങ്ങ് എത്തുമല്ലോ ആറ്റിങ്ങിന്. പിന്നെ വണ്ടിക്കകത്ത് നമ്മുടെ നല്ല ബോക്സും സംഭവവും എല്ലാം ഉള്ള വണ്ടിയാണ് കേട്ടോ നമ്മുടെ ഇപ്പോഴത്തത്. അപ്പം അതിനകത്ത് നമുക്ക് പാട്ടൊക്കെ ഇട്ട് അങ്ങ് നിങ്ങിയവരൊക്കെ ഇട്ട് കേട്ടിരിക്കാം. നല്ല സുഖമല്ലേ? ആ യാത്രയിൽ നല്ലൊരു സന്തോഷമായി മുന്നോട്ട് പോവുകയും ചെയ്യും. അങ്ങനെ ഞാൻ എന്താ പാട്ടൊക്കെ കേട്ട് എൻ്റെ അവിടുത്തെ കഴുകലും പതകളൊക്കെ കഴിഞ്ഞു. ഇനി തുടച്ച് പരിപാടിയൊക്കെ കഴിഞ്ഞതായി എൻ്റെ അടുക്കള ഇവിടെ ക്ലോസ് ചെയ്തിരിക്കുകയാണ്. മണി ഒരു 8-8:30 മണിയതേ ഉള്ളൂ. നമ്മൾ നേരത്തെ തന്നെ ഫുഡൊക്കെ കഴിച്ച് ഞാൻ എല്ലായിടും തുടച്ച് അടുക്കളയും തുടച്ച് ഫാനൊക്കെ ഇട്ട് ഉണങ്ങാനായിട്ട് ഇട്ട ശേഷം ഞാൻ 2-3 മുട്ട എടുത്ത് അവിക്കാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ വെളിയിൽ നിന്ന് ലൈറ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് വീഡിയോ എടുക്കുമ്പോൾ നമ്മുടെ ഫ്രിഡ്ജിൽ എൻ്റെ രൂപം ഞാൻ നിങ്ങളെ കാണിച്ചു തന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം ഫാൻ ഇട്ടെന്ന് വെച്ചാൽ ഇവിടെ തുടച്ച് കഴിഞ്ഞ് ഞാനൊന്ന് ഉണങ്ങിയിട്ടേ അവിടെ ഫാനൊക്കെ ഓഫ് ആക്കാറുള്ളൂ. അപ്പം ടാറ്റ, ഗുഡ് നൈറ്റ്. അതിൻ്റെ അടുക്കളയിൽ ഗുഡ് നൈറ്റ് പറഞ്ഞ് ഞാൻ നേരെ എൻ്റെ റൂമിൽ പോയി കുറച്ച് നേരം തലയൊക്കെ ഒന്ന് മസാജ് ചെയ്യാനുണ്ട്. മസാജ് ചെയ്യാനുള്ള ഹെയർ കെയർ ഒക്കെ ഒന്ന് ചെയ്ത ശേഷം എനിക്കൊരു കിൻഡൽ അവിടെ കിടപ്പുണ്ട്. ഞാൻ കാണിച്ചു തരാം. കണ്ടോ കിഴിക്കെട്ട്. ഇതെന്താണെന്നറിയോ? തുണി മടക്കി വെക്കാനുള്ളതാണ് കേട്ടോ. അപ്പോൾ അതെല്ലാം ഒന്ന് മടക്കി വെച്ച ശേഷം ഇന്നത്തെ പരിപാടികളെല്ലാം കഴിയും. നാളെ രാവിലെ ഡ്യൂട്ടി ഉണ്ട്. അപ്പോൾ ഇതെല്ലാം പറക്കി വെച്ചിട്ട് പിന്നെ കാണാം. ബൈ ബൈ, ഗുഡ് നൈറ്റ്.